ആസ് എൻ ആർസണൽ ഫാൻ നെക്സ്റ്റ് സീസണിലേക്ക് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? മിനിമം ഒരു ട്രോഫി, ഓക്കെ, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യു സി എൽ ഫിംഗേഴ്സ് ക്രോസ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും ഷുവറാണ്. കാരണം ഇത്ര നാളും ഒരു ടോപ്പ് എൻഡ് സ്ട്രൈക്കർ, ഒരു ലീത്തൽ സ്ട്രൈക്കർ ഇല്ലാണ്ടാണ് ഇത്രയും സീസൺസ് പോയിക്കൊണ്ടിരുന്നത്. ഗ്യോക്രസ് വന്ന സ്ഥിതിക്ക് ആ ഒരു പ്രതീക്ഷയാണ്. ഒരു ഡൗട്ട് ഉണ്ട്. യൂഷ്വലി ഈ പറഞ്ഞതുപോലെ ഹൈ എൻ മണിക്ക് പുറത്ത് ലീഗ് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അവർ പ്രീമിയർ ലീഗിൽ എന്താ പറയുക പെർഫോം ചെയ്യാത്തൊരു അവസ്ഥ സെനിയറിയോ നമ്മൾ കാണാറുണ്ട്. ഗൈക്രസിന് അത് വരും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഗ്യോക്രസ് UCL പ്രൂവൺ ആണ്, ഇന്റർനാഷണൽ ലെവലിലും പ്രൂവൺ ആണ്. ഈ പറഞ്ഞ പ്രീമിയർ ലീഗ് ഡിഫൻഡേഴ്സിനെതിരെയാണ് UCL ആയിക്കോട്ടെ, നാഷണൽ ടീമിലായിക്കോട്ടെ. എക്സാമ്പിൾ പറയട്ടെ, പറഞ്ഞോളൂ. ഡാർവിൻ ന്യൂനസ് ബെൻഫീക്ക ലിവർപൂൾ മാച്ചിൽ ഇതേപോലെ പെർഫോം ചെയ്തതിന് ശേഷമാണ് യർഗൻ ക്ലോപ്പ് പുള്ളിക്കാരനെ ക്ലബിലേക്ക് എത്തിച്ചത്. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് വന്നപ്പോൾ അവസ്ഥ നമുക്കറിയാലോ. ഈ ഗ്യോക്രസ് എന്ന് പറഞ്ഞ വ്യക്തി പ്രീമിയർ ലീഗിൽ ആദ്യം കളിച്ചിട്ടുണ്ട്, ബ്രൈറ്റന് ഒപ്പം കളിച്ചിട്ടുണ്ട്, അങ്ങനെ കളിച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് മാറിപ്പോയിട്ടുള്ളത്. പക്ഷേ സിറ്റി പോലത്തെ ഉള്ള ടീമിനെതിരെ UCL കളിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഗ്യോക്രസ് എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് പ്ലസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 27 years old ആണ്. അപ്പോൾ എന്താ പറയുക, അൺപ്രൂവൺ അല്ല. ഞങ്ങൾ ഷെഷ്കോനെ വരെ നോക്കിയിരുന്നതാണ്. ഷെഷ്കോ ആണെങ്കിലും ആ ലെവലിൽ എത്തിയിട്ടില്ല, പക്ഷെ അൺപ്രൂവൺ ആണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ഗ്യോക്രസ് പ്രൂവൺ അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ന്യൂനസിൻ്റെ സിറ്റുവേഷൻ ടൈം വിൽ ടെൽ. പക്ഷെ എന്നാലും ഫിംഗേഴ്സ് ക്രോസ്ഡ്.